വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ മീനിങ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, സ്യൂട്ടബിലിറ്റി, അതുപോലെ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. രണ്ട് തരത്തിലാണ് പഠിച്ചത്, ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും. അതിൽ ഫങ്ഷണൽ സ്ട്രക്ചറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചു. ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഡിവിഷണൽ സ്ട്രക്ചറാണ്. ഡിവിഷണൽ സ്ട്രക്ചർ, വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടന. ഇൻ ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, the activities are grouped on the basis of products or territories. Here, different departments or divisions are formed on the basis of products or territories. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്തത് ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻസ് ആയിരുന്നു. അവർ ചെയ്യുന്ന ഫങ്ഷൻസിനനുസരിച്ചായിരുന്നു ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രത്യേകമായിട്ട് തരംതിരിച്ചിരുന്നത്. ഡിവിഷണൽ സ്ട്രക്ചറിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് ഫോം ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഓർ ടെറിട്ടറീസ് ആണ്. നമ്മൾ പല പ്രൊഡക്റ്റുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ് നമ്മൾ ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏരിയ നമ്മളൊരു പ്രത്യേക ഡിവിഷനായിട്ടോ ഡിപ്പാർട്ട്മെൻറ്റായിട്ടോ നമ്മൾ ഫോം ചെയ്യുകയാണ്. അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ബേസിലോ ടെറിട്ടറിയുടെ ബേസിലോ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അത്തരം ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ നമുക്ക് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ, കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ്, ഫുട്വെയർ, സ്കിൻ കെയർ. 4 പ്രധാനപ്പെട്ട ടൈപ്പാണ്. ഈ 4 ടൈപ്പ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 പ്രൊഡക്റ്റിനും പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് മുഴുവനും അതാത് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കോസ്മെറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും ചെയ്യണം. ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിങ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എല്ലാം കൈകാര്യം ചെയ്യേണ്ടത് ആ ഒരു പർട്ടിക്കുലർ ഡിവിഷനാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ഗാർമെൻറ്റ്സ്, ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസിങ്, മാർക്കറ്റിംഗ്, ഫിനാൻസ് എല്ലാ ഫങ്ഷൻസും ചെയ്യണം. അതുപോലെ തന്നെ ഫുട്വെയർ, സ്കിൻ കെയർ എക്സെട്ര. അതുപോലെ തന്നെ ഡിവിഷണൽ സ്ട്രക്ചറിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോം ചെയ്യുന്നത് ടെറിട്ടറിയുടെ ബേസിലായിരിക്കാം. ചിലപ്പോൾ കേരള മാത്രം ഒരു ഡിവിഷനായിരിക്കാം, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ തമിഴ്നാടു എന്ന് പറയുന്നത് മറ്റൊരു ഡിവിഷനായിരിക്കാം. അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ, നോർത്ത് ഇന്ത്യ മറ്റൊരു ഡിവിഷൻ, അല്ലെങ്കിൽ ഏഷ്യ എന്ന് പറയുന്നത് ഒരു ഡിവിഷൻ. അങ്ങനെ ഡിവിഷൻസ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫോം ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ടെറിട്ടറിയുടെ ബേസിലോ ആണെങ്കിൽ അതിനെ നമുക്ക് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ, വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടനയുടെ മേന്മകൾ. പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഹെൽപ്സ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് വേരിയഡ് സ്കിൽസ് ഇൻ എ ഡിവിഷണൽ ഹെഡ് ആൻഡ് ദിസ് പ്രിപ്പയർസ് ഹിം ഫോർ ഹയർ പൊസിഷൻസ്. ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസിനും ഉത്തരവാദിയാണ്. എല്ലാ ഫങ്ഷൻസും നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടെറിട്ടറിയായിട്ട് ബന്ധപ്പെട്ട മാനേജർ എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പർച്ചേസിങ്ങും, എല്ലാ മാർക്കറ്റിങ്ങും, ഫിനാൻസും, പ്രൊഡക്ഷനും എല്ലാ കാര്യങ്ങളും, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും എല്ലാം ചെയ്യണം. ഇത് നാളെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ മാനേജർക്ക് പ്രൊമോഷൻ കിട്ടി ടോപ്പ് ലെവൽ മാനേജറായി മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അദ്ദേഹം എല്ലാതരം ഫങ്ഷൻസിലും നല്ല എക്സ്പേർട്ടായിട്ട് മാറുന്നു. സെക്കൻഡ്, ഡിവിഷണൽ ഹെഡ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ പ്രോഫിറ്റ്സ് ആസ് റവന്യൂസ് ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ആൻഡ് അസൈൻ ടു ദം. ഡിവിഷണൽ ഹെഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോഫിറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ ആൻഡ് കോസ്റ്റ് അതിന് അക്കൗണ്ടബിൾ ആക്കാം നമുക്ക്. നെക്സ്റ്റ്, ഇറ്റ് പ്രൊമോട്ട്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇനീഷ്യേറ്റീവ് ബിക്കോസ്
each division functions as an autonomous unit which leads to faster decision making. ഇത് ഫ്ലെക്സിബിലിറ്റിയും ഇനീഷ്യേറ്റീവും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാം. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റും ഒരു ഓട്ടോണമസ് യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നു. It facilitates expansion and growth as new divisions can be added without interrupting the existing operations. നമ്മൾ നാളെ വൈവിധ്യങ്ങളായ മറ്റു പ്രൊഡക്റ്റുകൾ കൂടി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ അത്തരം പ്രൊഡക്റ്റിന് വേണ്ടി പ്രത്യേകം ഒരു ഡിവിഷൻ ആഡ് ചെയ്താൽ മതി, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് തന്നെ ആഡ് ചെയ്താൽ മതി. അത് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കാര്യമായി ബാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചറിന്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ്. കോൺഫ്ലിക്റ്റ് മേ അറൈസ് among different divisions with reference to allocation of funds, and further a particular division may seek to maximize its profit at the cost of other divisions. ഇങ്ങനെ പല ഡിവിഷൻസും പ്രൊഡക്റ്റിന്റെ ബേസിലോ ടെറിട്ടറിയുടെ ബേസിലോ ഫോം ചെയ്യുന്ന സമയത്ത് ഡിവിഷൻസ് തമ്മിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ ലാഭം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അത് ചിലപ്പോഴും മറ്റ് സെക്ഷൻസുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചിലപ്പോൾ കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ കോസ്റ്റ് സിൻസ് there may be a duplication of activities across products. അത് ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. കാരണം ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും നിർവഹിക്കണം. പർച്ചേസിങ്, അതുപോലെ സെയിൽസും, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും, എല്ലാ ഫങ്ഷൻസും ഇതേ ഫങ്ഷൻസ് തന്നെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് നിർവഹിക്കണം മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ പർച്ചേസിങ് എന്ന് പറയുന്ന ഒറ്റ ഫങ്ഷൻ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം സെൻട്രലൈസ് ചെയ്ത് ഒറ്റ ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കുകയാണെങ്കിൽ ലാർജ് സ്കെയിൽ സാധനങ്ങൾ വാങ്ങിക്കാനും അതിന്റെ നേട്ടം നേടാനും സാധിക്കുമായിരുന്നു. അത് ഇവിടെ സാധിക്കുന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് മാനേജേഴ്സ് വിത്ത് ദി authority to supervise all activities related to a particular division. This may lead to ignorance of organizational objectives. ഇവിടെ ഒരു പർട്ടിക്കുലർ മാനേജർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നോക്കി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ ഡിവിഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ് ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള സാധ്യത ഇവിടെ കൂടുതലായി നമുക്ക് കാണാം. നെക്സ്റ്റ്, സ്യൂട്ടബിലിറ്റി ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. വിഭാഗങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഘടനയുടെ അനുയോജ്യത. ഡിവിഷണൽ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് ബിസിനസ് എന്റർപ്രൈസസ് വേർ എ ലാർജ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് യൂസിങ് ഡിഫറൻറ്റ് പ്രൊഡക്റ്റീവ് റിസോഴ്സസ്. വ്യത്യസ്ത ഉൽപാദന വിഭവങ്ങൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് ഡിവിഷണൽ ഘടന അനുയോജ്യമാണ്. ഇപ്പോൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പല തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പല ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്ന ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പ്രൊഡക്റ്റിന്റെ ബേസിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ടെറിട്ടറിയുടെ ബേസിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്ത് ഡിവിഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഈ ക്ലാസ്സിൽ ലാസ്റ്റ് വരുന്നതാണ് കമ്പാരിറ്റീവ് വ്യൂ ഓഫ് ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഫങ്ഷണൽ സ്ട്രക്ചറും ഈ ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ച ഡിവിഷണൽ സ്ട്രക്ചറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഫസ്റ്റ്, ഫോർമേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ഫോർമേഷൻ ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. ഫങ്ഷൻസിനനുസരിച്ചാണ് ഫങ്ഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. പർച്ചേസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, എക്സെട്ര. Divisional structure. Formation is based on product lines and is supported by functions. Divisional structure ഫോം ചെയ്യുന്നത് പ്രൊഡക്റ്റ് ലൈൻസിനനുസരിച്ചാണ് അല്ലെങ്കിൽ ടെറിട്ടറിക്ക് അനുസരിച്ചാണ്. അതിനകത്ത് പലതരത്തിലുള്ള ഫങ്ഷൻസ് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകാം. നെക്സ്റ്റ്, സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ആണ്. ബിക്കോസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഫോംഡ് ഓൺ ദി ബേസ് ഓഫ് ഫങ്ഷൻസ് ആണ്.
ഡിവിഷണൽ സ്ട്രക്ചറിൽ പ്രൊഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ആണ്. കാരണം ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഫോംഡ് ഓൺ ദി ബേസ് ഓഫ് പ്രൊഡക്റ്റ്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി. ഡിഫിക്കൽട്ടി ടു ഫിക്സ് ഓൺ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. സ്ഥാപനത്തിലുള്ള മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി കഴിയില്ല ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്. കാരണം ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ കാരണമാണ് ബിസിനസ്സിന് കൂടുതൽ ലാഭം കിട്ടിയതെന്നോ കുറവ് ലാഭം കിട്ടിയതെന്നോ പറയാൻ വേണ്ടി കഴിയില്ല. നേരെ മറിച്ച് ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ പെർഫോമൻസ്. കാരണം ഒരു ഡിവിഷണൽ സ്ട്രക്ചറിൽ ഒരു പർട്ടിക്കുലർ ഡിവിഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ലാഭം കൂടുതലായാലോ കുറവായി കഴിഞ്ഞാലോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതാത് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് മാനേജീരിയൽ ഡെവലപ്മെന്റ്. ഡിഫിക്കൽട്ട് ആസ് ഈച്ച് ഫങ്ഷണൽ മാനേജർ ഹാസ് ടു റിപ്പോർട്ട് ടു ദി ടോപ്പ് മാനേജ്മെന്റ്. ഇവിടെ ഫങ്ഷണൽ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം മാനേജീരിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെയേറെ ഡിഫിക്കൽട്ടാണ്. കാരണം ഓരോ ഫങ്ഷണൽ ഹെഡും അതാത് ഫങ്ഷൻസ് മാത്രമേ നിർവഹിക്കുന്നുള്ളൂ. ആ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ടോപ്പ് മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഡിവിഷണൽ സ്ട്രക്ചറിൽ ഈസിയർ ആണ്. ഓട്ടോണമി ആസ് വെൽ ആസ് ചാൻസ് ടു പെർഫോം മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഹെൽപ്സ് ഇൻ മാനേജീരിയൽ ഡെവലപ്മെന്റ്. ഡിവിഷണൽ സ്ട്രക്ചറിൽ ഒരു പർട്ടിക്കുലർ മാനേജർ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാ ഫങ്ഷൻസിലും ഒരു എക്സ്പേർട്ടായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നു. നെക്സ്റ്റ് കോസ്റ്റ്. ഫങ്ഷൻസ് ആർ നോട്ട് ഡ്യൂപ്ലിക്കേറ്റഡ് ഹെൻസ് എക്കണോമിക്കൽ. ഫങ്ഷണൽ സ്ട്രക്ചറിൽ ഫങ്ഷൻസ് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. കാരണം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും എല്ലാ സാധനങ്ങളും വാങ്ങിക്കുന്നത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസ് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നില്ല. ഡിവിഷണൽ സ്ട്രക്ചറിന്റെ കേസിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഹെൻസ് കോസ്റ്റ്ലി. ഡിവിഷണൽ സ്ട്രക്ചറിൽ പ്രൊഡക്റ്റിന്റെ ബേസിലാണ് ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ ഫങ്ഷൻസും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതാത് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വാങ്ങിക്കണം. ഫിനാൻസ് കൈകാര്യം ചെയ്യണം, മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യണം, പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി കോസ്റ്റ്ലി ആവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് കോർഡിനേഷൻ. ഡിഫിക്കൽട്ട് ഫോർ എ മൾട്ടി പ്രൊഡക്റ്റ് കമ്പനി. പല പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഫങ്ഷണൽ സ്ട്രക്ചർ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിവിഷണൽ സ്ട്രക്ചറിലാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ഈസി. ബിക്കോസ് ഓൾ ഫങ്ഷൻസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആർ ഇൻ്റഗ്രേറ്റഡ് ഇൻ വൺ ഡിപ്പാർട്ട്മെന്റ്. കാരണം പല പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഓരോ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സിനും ഒരു പ്രത്യേക ഡിവിഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾ ഫോം ചെയ്യുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം. ആ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ പല സെക്ഷൻസ് പല ഫങ്ഷൻസിന്റെ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇതോടുകൂടി ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായി ക്ലാസ് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.